ഹലോ എവരിവൺ, കർമ്മ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും എക്സാം പ്രിപ്പറേഷൻസ് വളരെ നന്നായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പുതിയൊരു ടോപ്പിക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. നമുക്ക് നോക്കാം. ടൈം ആൻഡ് വർക്ക് എല്ലാ എക്സാംസിനും സ്ഥിരമായിട്ട് ടൈം ആൻഡ് വർക്ക് എന്നുള്ള ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് അതിന്റെ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈം ആൻഡ് വർക്കിലെ ആ മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ടൈം ആൻഡ് വർക്ക് എന്ന സെക്ഷനിൽ നമുക്ക് ഒരൊറ്റ കൺസെപ്റ്റേ ഉള്ളൂ. ആ ഒരൊറ്റ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ ടൈം ആൻഡ് വർക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. നമുക്ക് നോക്കാം എന്താണ് ആ കൺസെപ്റ്റ് എന്നുള്ളത്. ടൈം ആൻഡ് വർക്ക്. ഓക്കെ, സപ്പോസ് എ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം എടുക്കും. എന്ത് വർക്ക് ആയിക്കോട്ടെ, ഒരു വർക്ക് കൊടുത്തേക്കുന്നത് തീർക്കാൻ എക്ക് 10 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? എന്ത് വരും? പറഞ്ഞേ, എന്ത് വരും? ഇതിന്റെ ഇൻവേഴ്സ് അല്ലേ 1/10. ജസ്റ്റ് ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുക, 1/10. അതായത് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/10 ആണ്. അടുത്ത ദിവസം 1/10, അടുത്ത ദിവസം 1/10, അങ്ങനെ 10 ദിവസം കഴിയുമ്പോൾ എന്തായി? വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പം എത്ര ദിവസം വർക്ക് ചെയ്യുന്ന അറിയാം. അപ്പൊ എന്ന് പറഞ്ഞ ആൾക്ക് 10 ദിവസമാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ ഇൻവേഴ്സ് എടുക്കുക, 1/10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കാണ് എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/3 ആണ്. 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും? പറഞ്ഞേ, എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 3 ഡേയ്സ് അല്ലേ? 3 ഡേയ്സ് എടുത്തിട്ടല്ലേ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 1/3 വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. അടുത്ത ദിവസം 1/3, അടുത്ത ദിവസം 1/3, അങ്ങനെ മൊത്തം 3 ഡേയ്സ് കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അന്നേരം എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. വേറെ എക്സാമ്പിൾ നോക്കി. എ എന്ന് പറയുന്ന ഒരാള് 7 ദിവസം കൊണ്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. 7 ദിവസം കൊണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ വർക്ക് എന്താ? ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുക, 1/7. ഒരു ദിവസത്തെ വർക്കാണ് തന്നിരിക്കുന്നത് 1/7. അങ്ങനെ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഈ 1/7 ഇൻവേഴ്സ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 7 ഡേയ്സ് ഉണ്ട്. ഈ ഒരൊറ്റ കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ടൈം ആൻഡ് വർക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് അത് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത എഫിഷ്യൻസിയും ടൈമും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. എഫിഷ്യൻസിയും ടൈം. സപ്പോസ് രണ്ട് പേരുണ്ട്. എയും ബിയും 2 പേരുണ്ട്. ഓക്കെ, എയുടെ എഫിഷ്യൻസി ബിയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്ക് എന്തുകൊണ്ട് 2:1 എന്നാണ് റേഷ്യോ വന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? എഫിഷ്യൻസി ഓഫ് എ ഈസ് ടു എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുന്നത് 2:1. അതായത് എ ആണ് കൂടുതൽ എഫിഷ്യന്റ്. എ ബി ചെയ്യുന്ന വർക്കിനെക്കാളും രണ്ടിരട്ടി ചെയ്യുന്നു, ട്വൈസ് ചെയ്യുന്നു. അപ്പൊ 2:1. അപ്പൊ എ ആണ് കൂടുതൽ എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു സാധനം ചെയ്യാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും? കൂടുവോ കുറയുവോ? ഒബ്വിയസ്ലി കുറയും. കൂടുതൽ എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ ആകുന്നുണ്ടെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും. 1:2 എന്ന് കിട്ടും. അപ്പൊ എ എന്ന് പറയുന്നത് ഇപ്പൊ ഒരവസ്ഥ എക്സാമ്പിൾ 1 മണിക്കൂർ എടുക്കുന്നതെങ്കിൽ ബിക്ക് 2 മണിക്കൂർ എടുക്കും. ഓക്കെ, എഫിഷ്യൻസി ഓഫ് എ ആണ് കൂടുതൽ. അപ്പൊ എഫിഷ്യൻസിയും ടൈമും എന്താണ്? എഫിഷ്യൻസി സിമ്പിൾ ആണ്. എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു വർക്ക് ചെയ്യാൻ കുറച്ച് സമയം മതി. അപ്പൊ എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ആലോചിക്കാം. എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ 2 റേഷ്യോ ഉണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 3 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 പേരുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി ടൈം റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. എഫിഷ്യൻസി ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ എഫിഷ്യൻസി റേഷ്യോ 3:1 ആണ് എഫിഷ്യൻസിയുടെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ത് വരും? ടൈമിന്റെ റേഷ്യോ എന്ത് വരും? ഇതിന്റെ നേരെ തിരിച്ചിട്ടാൽ മതി, 1:3 എന്ന് വരും. മനസ്സിലായോ? അപ്പൊ എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എഫിഷ്യൻസി ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം ബേസിക് കൺസെപ്റ്റ്, ടൈം വർക്ക് എല്ലാ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് കൺസെപ്റ്റ്. അതെന്താണ്? എ എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് അല്ലെ, എത്ര ദിവസം ആയിക്കോട്ടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യെങ്കിൽ 1 ഡേയ്സ് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഇൻവേഴ്സ് എടുക്കുക. 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ 1/10 ആയിരിക്കും എന്ത്? ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു ദിവസത്തെ വർക്കാണ് തന്നേക്കുന്നതെങ്കിൽ എക്സാമ്പിൾ 1/7 ആണ് ഒരു ദിവസത്തെ വർക്കെങ്കിൽ, എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? അതിന്റെ ഇൻവേഴ്സ് 7 ദിവസം കൊണ്ട് എടുക്കും. നമുക്ക് ഇൻ ജനറൽ എന്ത് പറയാൻ പറ്റും? സപ്പോസ് n ഡേയ്സ് എടുത്തിട്ടാണ് എ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ n ഡേയ്സ് എടുക്കുമെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്ത് വരും? അതിന്റെ ഇൻവേഴ്സ് വരും 1/n എന്ന് വരും.
ഇപ്പൊ 1 days വർക്കാണ് തന്നിരിക്കുന്നത് 1/n എങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുക, എന്ത് കിട്ടും? n days എന്ന് കിട്ടും. ഇതാണ് ജനറൽ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ വെച്ചാണ് പഠിച്ചത്. ജനറൽ രീതിയിൽ n days ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എടുക്കുക, ജസ്റ്റ് ഇത്ര ഓർത്ത് അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. നമ്മൾ ഈ ടൈം വർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ദിവസത്തെ വർക്ക് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഫുള്ള് സോൾവ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ആ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു ദിവസത്തെ വർക്ക് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? എഫിഷ്യൻസിയും ടൈമും. എഫിഷ്യൻസി ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കൂടുതൽ എഫിഷ്യന്റ് ആണെങ്കിൽ ടൈം കുറവ് മതി. എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ റേഷ്യോ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 3:1 എഫിഷ്യൻസി. അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:3 ആയിരിക്കും. 1:3 അത് നേരെ തിരിച്ചിട്ടാൽ മതി, ഇൻവേഴ്സ് എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ഇത് നോട്ട് പോലെ എഴുതിക്കേ, ഒരു നോട്ട് പോലെ എഴുതിക്കേ. ഇഫ് M1 men finish W1 work in D1 days working T1 time each day. എന്താ പറയാ? If M1 men finish W1 work in D1 days working T1 time each day and M2 men finish W2 work in D2 days working T2 time each day, then M1 D1 T1 by W1 equals M2 D2 T2 by W2. M1 D1 T1 by W1 equals M2 D2 T2 by W2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താ പറയുന്നത്? ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. 10 men 10 ആൾക്കാർക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം എടുത്തു. 8 മണിക്കൂർ വെച്ചിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 7 പേർക്ക് എത്ര ദിവസം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? എക്സാമ്പിൾ 10 മണിക്കൂർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്വസ്റ്റൻസ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ജസ്റ്റ് ഇപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. എന്താണ്? M1 D1 T1 by W1 equals M2 D2 T2 by W2. ഫുൾ വർക്ക് ആണെങ്കിൽ നമ്മൾ W1 W2 1 തന്നെ വരും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഫുൾ വർക്ക് 1 ആണ്. അപ്പൊ അത് 1 എന്ന് ഇട്ട് കൊടുക്കും. ബാക്കി M1 D1 T1 equals M2 D2 T2 എന്നായിരിക്കും അന്നേരം വരുന്നത്. വർക്ക് സെയിം തന്നെയാണ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. ഇപ്പൊ ചില കേസിൽ നമുക്ക് 10 days 8 days നേരത്തുള്ളൂ, അവേഴ്സ് കാണത്തില്ല ഒരു ദിവസത്തെ. അപ്പം എന്ത് വരും? ഇത് പിന്നെ മാറിയിട്ട് നമുക്ക് എന്ത് വരും? M1 D1 equal to M2 D2 എന്ന് വരും. അപ്പൊ T എന്നുള്ള ടൈം അവിടെ കാണത്തില്ല, ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റിന് കാണത്തില്ല. അപ്പൊ M1 D1 എന്ന് പറയുന്നത് M2 D2 എന്ന് വരും. ക്വസ്റ്റിന് അനുസരിച്ച് അത് നമുക്ക് മാറ്റാം. ജനറൽ ആയിട്ട് ഇത്രയും പഠിച്ചിരിക്കാം. M1 men W1 വർക്ക് D1 days T1 ടൈം ഈച്ച് ഡേ ആണെങ്കിൽ M2 men W2 വർക്ക് D2 daysൽ T2 ടൈം ഈച്ച് ഡേ ആണെന്നുണ്ടെങ്കിൽ റിലേഷൻ എന്ത് വരും? M1 D1 T1 by W1 equals M2 D2 T2 by W2. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം നമ്മുടെ ബേസിക് കൺസെപ്റ്റ് 1 days വർക്ക് റിലേറ്റ് ആയിട്ടാണ് ഫുൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ നോക്കി? എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ റിലേഷൻ M1 D1 T1 by W1 equals M2 D2 T2 by W2. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A can work 5 times faster than B and takes 60 days less than B to complete the work. In how many days does A individually can complete the work? 12 days, 13 days, 14 days, 15 days. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന നമ്മൾ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കുക. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കിയേ. A can work 5 times faster than B. അപ്പൊ എക്ക് ബിയെക്കാൾ 5 മടങ്ങ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എഫിഷ്യൻസി 5 മടങ്ങാണ്. അത് നമുക്ക് മനസ്സിലായി. ആൻഡ് ടേക്സ് 60 days ലെസ് ദാൻ ബി ടു കംപ്ലീറ്റ് വർക്ക്. അപ്പൊ ബിയെക്കാളുള്ള 60 ദിവസം കുറച്ച് മതി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എ ആ ഒരു വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ എത്ര സമയം എടുക്കും? എ ആ വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ എത്ര സമയം എടുക്കും? ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 12, 13, 14, 15. എങ്ങനെ ചെയ്യും? നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? എ ക്യാൻ വർക്ക് 5 times ഫാസ്റ്റർ ദാൻ ബി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അപ്പം എയുടെയും ബിയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും ഉണ്ട്. എയുടെയും ബിയുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താണ്? എ 5 മടങ്ങാണ്. അപ്പൊ റേഷ്യോ എന്ത് വരും? 5:1 ആണ് അല്ലെ? മനസ്സിലായോ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 5:1 ആണ്. 5 times തന്നിട്ടുണ്ട്. എഫിഷ്യൻസിയുടെ റേഷ്യോ അറിയാവുന്നുണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താന്ന് പറഞ്ഞ മക്കളെ? ടൈമിന്റെ റേഷ്യോ എന്താ? ടൈമിന്റെ റേഷ്യോ ഇതിന്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആയിരിക്കും. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1:5 എന്ന് പറയും. എഫിഷ്യൻസി ടൈം ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ നമ്മൾ പഠിച്ചു. അപ്പം ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:5 ആയിരിക്കും. അപ്പൊ എ ഒരു ദിവസം എടുക്കുന്നെങ്കിൽ ബി എത്ര ദിവസം എടുക്കും? 5 ദിവസം എടുക്കും. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇനി എന്താ നമുക്ക് തന്നേക്കുന്ന ഡേറ്റ? ബി എ എന്ന് പറയുന്നത് ബിയെക്കാളും 60 ദിവസം കുറച്ചേ എടുക്കത്തുള്ളൂ. ഓക്കെ, 60 ദിവസം കുറച്ചേ എടുക്കത്തുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം? ഇവിടെ നോക്കി, എ ഒരു ദിവസം എടുക്കുന്നെങ്കിൽ ബി 5 ദിവസം എടുക്കുന്നത്. അപ്പം ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ?
4 ദിവസമല്ലേ ഇവിടുത്തെ ഡിഫറൻസ്. ഈ റേഷ്യോടെ വരുവാണെങ്കിൽ ഇപ്പൊ 1 ഡേ ആണ് എ എടുക്കുന്നതെങ്കിൽ ബി എത്രയാണ് 5 ഡേയ്സ് ആണ്. ഇവരുടെ ഡിഫറൻസ് എത്ര വരും 4 ആണ്. ശരിക്കും നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട് 60 ഡേയ്സ് ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട്. 60 കുറവാൻ തന്നിട്ടില്ലേ. 4 എന്ന് പറയുന്നത് 60 ആവണം. അതായത് 4 എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാകുന്നത് 4 into 15 അല്ലേ 60. അപ്പൊ നമുക്ക് മനസ്സിലായി റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടി നമുക്ക് 15 ആണ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ എയുടെയാണ്. അപ്പൊ 1 into 15 ഡേയ്സ് എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 15 ദിവസം എടുക്കും എക്ക് ചെയ്യാൻ. 15, ബിക്ക് അപ്പൊ എത്ര 5 into 15 75 ഡേയ്സ് കിട്ടും. 15ഉം 75ഉം ആണ്. അപ്പൊ ഡിഫറൻസ് എത്രയാ 60 ഡേയ്സ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് 60 ഡേയ്സ് എന്ന് കിട്ടി. നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താണ് ക്വസ്റ്റിൽ പറഞ്ഞിരുന്നത്? എ ക്യാൻ വർക്ക് 5 times faster than ബി. അപ്പൊ എയും ബിയുടെ എഫിഷ്യൻസി നമുക്കറിയാം 5:1. എയുടെ ബിയുടെ അപ്പൊ ടൈമിന്റെ റേഷ്യോ എന്ത് വരും? അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും 1:5. അതായത് A1 ഒരു ദിവസം എടുക്കുന്നതെങ്കിൽ ബി എത്ര ദിവസം എടുക്കും? 5 ദിവസം എടുക്കും. അപ്പൊ റേഷ്യോ നമുക്ക് കിട്ടി. അപ്പൊ എയും ബി എന്നുള്ള ഡിഫറൻസ് നമുക്കറിയാം 60 ആണ്. ഈ റേഷ്യോയുടെ ഡിഫറൻസ് എത്രയാ 4 ആണ്. ശരിക്കും എത്രയായിരുന്നു വരേണ്ട ഡിഫറൻസ് 60 ആണ്. അപ്പം 4 60 ആണെന്നുണ്ടെങ്കിൽ into 15 ചെയ്യണം. into 15. അപ്പൊ 15 ആണ് ആ റേഷ്യോയുടെ കോൺസ്റ്റന്റ് എന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടത് എന്താ എയുടെ വാല്യൂ അല്ലേ. അപ്പൊ 1 into 15 എന്ന് കിട്ടും. അപ്പൊ 15 ഡേയ്സ് എടുത്തിട്ടാണ് എ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If 24 men can finish a work in 10 days, then the number of days required to complete the same work by 30 men. 8 days, 10 days, 6 days, 7 days. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിക്കുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ നോക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും കഴിയുന്നുണ്ട് വായിച്ച് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ നോക്കിയിട്ട് മാത്രം സൊല്യൂഷനിലേക്ക് നോക്കുക. ഓക്കെ, അത് ചെയ്ത് തന്ന. If 24 men can finish a work in 10 days, then the number of days required to complete the same work by 30 men. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. 24 ആൾക്കാർക്ക് 10 ദിവസം എടുത്തു. 24 ആൾക്കാർക്ക് 10 ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ 30 ആൾക്കാർക്ക് എത്ര ദിവസം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. 30 ആൾക്കാരാണെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്ന്. ഓക്കെ, 10നേക്കാളും കുറവായിരിക്കോ കൂടുതലായിരിക്കോ? 24 ആളുള്ളപ്പോ 10 ദിവസം എടുത്തു. അപ്പൊ 30 ആളുള്ളപ്പോ കൂടുതലായിരിക്കും 12 ദിവസം എടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കൂടുതൽ ആൾക്കാർ വരുമ്പോ എന്താണ് നമ്പർ ഓഫ് ഡേയ്സ് ആ വർക്ക് ചെയ്യുന്നത് കുറെ എന്തായാലും. അപ്പം ഇതെന്തായാലും 10നേക്കാളിലും കുറവായിരിക്കും വരുന്നത് അല്ലെ. 10 ഡേയ്സിനെക്കാളിലും കുറവായിരിക്കും വരുന്നത്. അപ്പൊ അത് നമുക്കറിയാം. അപ്പൊ നോക്കി ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു M1D1 എന്ന് പറയുന്നത് M2D2. നമ്മൾ പഠിച്ചത് M1D1 T1 by W1 equals to M2D2 T2 by W2 ആണ്. ഇവിടെ ഇത്ര അവേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താ ടിയും ഡബ്ല്യൂയുടെ ടേംസ് ഇല്ല. അപ്പൊ ആകെ എന്താ ഉള്ളത് M1D1 എന്ന് പറയുന്നത് M2D2. അപ്പൊ എന്ത് വരും 24 മെന്ന് 10 ഡേയ്സ് 30 മെന്ന് എത്രയാണ് എത്ര ഡേയ്സ് ആണ്. ഇപ്പൊ എന്ത് വരും 240 by 30 ഡേയ്സ് എന്ന് പറയുന്നത് എന്ത് വരും 8 ഡേയ്സ് എന്ന് വരും. 8 ദിവസം എടുക്കും. 8 ദിവസം എടുക്കും ഈ 30 ആൾക്കാർ വന്നാൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ക്ലിയർ ആയോ? 24 ആൾക്കാർക്ക് 10 ദിവസം മതിയായിരുന്നു. 30 ആൾക്കാർ വരുന്നുണ്ടെ എത്ര സമയം വേണം? 10നേക്കാളും കുറവായിരിക്കും കാര്യം. കൂടുതൽ ആൾക്കാർ വന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? M1D1 എന്ന് പറയുന്നത് M2D2 ആണ്. ഇക്വേഷൻ 2 കൊടുക്കുക, സോൾവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇപ്പൊ 24 into 10 240 ആണ്. 240 by 30 8 എന്ന് കിട്ടും. 8 ഡേയ്സ് കൊണ്ട് നമുക്ക് ആ 30 men കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ആ റിലേഷൻ ഓർത്തിരിക്കുക. M1D1 T1 by W1 equals M2D2 T2 by W2. അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ അവേഴ്സ് കാണത്തില്ല. അപ്പൊ ടിയുടെ ടേം ഇല്ല. ഒരു വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 കേസിലും എന്താണ് W1 ആണ്. ഡബ്ല്യൂയുടെ ടേം ഇല്ല. അപ്പൊ എന്ത് വരും M1D1 എന്ന് പറയുന്നത് M2D2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A can do a work in 3 days. B can do the same work in 6 days. C can do the same work in 7 days. If they work together, in how many days will they take to complete the work? 16 days, 1.5 days, 14 by 9 days, none of these. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എ എന്ന് പറയുന്ന ഒരാൾക്ക് 3 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബിക്ക് എത്ര എടുക്കും? 6 ദിവസം എടുക്കും. സിക്ക് 7 ദിവസം എടുക്കും. ഇവരെല്ലാരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. ആലോചിക്കും 3 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? എത്ര ദിവസം എടുക്കും? എക്ക് 3 ദിവസം എടുത്തു, ബിക്ക് 6 ദിവസം എടുത്തു, സിക്ക് 7 ദിവസം എടുത്തു. ഒബ്വിയസ്ലി എന്തിനേക്കാളും കുറവാന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തിനേക്കാളും കുറവാന്ന് പറയാൻ പറ്റും. എക്ക് 3 ദിവസവും ബിക്ക് 6 ദിവസവും സിക്ക് 7 ദിവസവും എടുത്തേക്കുന്നത്. ഇവരെല്ലാരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വരുന്ന ഉടനെ എന്തായാലും എ ആണ് ഏറ്റവും മിനിമം എടുത്തേക്കുന്നത്. എക്കാട്ടിലും കുറവായിരിക്കുമല്ലോ എന്തായാലും വരുന്നത്. അപ്പൊ 3യെക്കാട്ടിലും കുറവാണ് എന്തായാലും വരുന്നത് നമുക്കറിയാം. സപ്പോസ് ഇപ്പൊ ഓപ്ഷൻസിൽ നൺ ഓഫ് ദീസ് ഒന്നുമില്ല,
3 താഴെ വന്നിരിക്കുന്ന ഒരൊറ്റ ഓപ്ഷനുകൾ നേരെ തന്നെ കൊടുക്കും, ഒന്നും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അപ്പൊ 3യെക്കാളും കുറവായിരിക്കും എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ എടുക്കുന്ന ഡേയ്സ് എന്നുള്ളത്. ഓക്കെ, അങ്ങനല്ല. അപ്പൊ നമുക്കപ്പോ സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു, ടൈം ആൻഡ് വർക്കിന്റെ കേസിലെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന 1 days വർക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ്. എന്ത് ചെയ്തിട്ടാണ്? 1 days വർക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഒരു ദിവസത്തെ വർക്ക്. അപ്പൊ നോക്കിയേ, എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? 3 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പൊ 1/3 എന്ന് കിട്ടി. ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ത് കിട്ടും? 1/6 എന്ന് കിട്ടും. 1/6. സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? സിയുടെ ഒരു ദിവസത്തെ വർക്ക്, സി 7 ദിവസം കൊണ്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസത്തെ വർക്ക് എന്താ? അതിന്റെ ഇൻവേഴ്സ് 1/7 എന്ന് കിട്ടും. അപ്പം ഒരു ദിവസത്തെ വർക്ക് നമ്മളെല്ലാം എഴുതി. 1/3, 1/6, 1/7. ചോദിച്ചേക്കുന്നത് എന്താ? എയും ബിയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര സമയം എടുക്കും? അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? എയും ബിയും സിയുടെയും ഒരു ദിവസത്തെ വർക്ക് വേണം, 1 days വർക്ക് വേണം. എയും ബിയും സിയുടെയും 1 days വർക്ക്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 1/3 പ്ലസ് 1/6 പ്ലസ് 1/7. സോൾവ് ചെയ്ത് എത്ര വരുമെന്ന് നോക്കി. എത്ര വരുമെന്ന് നോക്കി. LCM 42 ആണ്. 14 പ്ലസ് 7 പ്ലസ് 6 27/42 എന്ന് കിട്ടും. അതായത് 9/14 എന്ന് കിട്ടും. അതായത് എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക് 9/14 എന്ന് നമുക്ക് കിട്ടി. ഒരു ദിവസത്തെ വർക്ക് അറിയാമെങ്കിൽ ഇവരെ എത്ര ദിവസം എടുത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ പോരെ. ഇപ്പൊ 9/14 ഇൻവേഴ്സ് 14/9 എന്ന് കിട്ടും. അപ്പൊ ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ സി, 14/9 days എന്ന് കിട്ടും. 14/9 days എന്ന് കിട്ടും. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയേ, എ എന്ന് പറയുന്ന ഒരാൾക്ക് 3 ദിവസം എടുത്തു, ബി എന്ന് പറയുന്ന ഒരാൾക്ക് 6 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, സി എന്ന് പറയുന്ന ഒരാൾക്കോ 7 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടെ ഒരുമിച്ച് വന്നാൽ എത്ര സമയം എടുക്കും? എ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/3 ആണ്, ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/6 ആണ്, സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/7 ആണ്. ഓക്കെ, ഒരു ദിവസത്തെ വർക്ക് എല്ലാം നമ്മൾ എടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? എ ബി സിയുടെ ഒരു ദിവസത്തെ വർക്ക്. ഒരു ദിവസത്തെ വർക്ക് 1/3 പ്ലസ് 1/6 പ്ലസ് 1/7 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9/14 എന്ന് കിട്ടി. സോൾവ് ചെയ്തു തന്നെ. ഒരു ദിവസത്തെ വർക്ക് 3 പേരും കൂടെ ചെയ്യുമ്പോൾ എത്രയാണ്? 9/14 ആണ്. അപ്പൊ എത്ര ദിവസം എടുക്കും? ജസ്റ്റ് ഇൻവേഴ്സ് എടുക്കുക. 14/9 ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 4ാമത്തെ ക്വസ്റ്റ്യൻ. പി ആൻഡ് ക്യൂ ക്യാൻ ഡു എ വർക്ക് ഇൻ 12 days. Q and R can do the same work in 16 days. R and P can do it in 24 days. Find the time in which P, Q and R can finish the work together. പിയും ക്യൂവും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ 12 ദിവസം എടുത്തു. ക്യൂ ആറും കൂടെ വർക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 16 ദിവസത്തിലാണ് ചെയ്തേക്കുന്നത്. ആറും പിയും കൂടെ വർക്ക് ചെയ്യുമ്പോഴോ 24 ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ പിയും ക്യൂ ആറും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും? 31/3 days, 32/3 days, 10 days, 11 days. ഓക്കെ, സോൾവ് ചെയ്യാൻ നോക്കിയത്. സോൾവ് ചെയ്യാൻ നോക്കി. എന്താ പറഞ്ഞേക്കുന്നത്? പിയും ക്യൂവും കൂടെ എത്ര സമയം എടുക്കും തന്നിട്ടുണ്ട്? പിയും ക്യൂ കൂടെ 12 ദിവസം എടുക്കും. ക്യൂ ആറും കൂടോ 16 ദിവസം എടുക്കും. ആറും പിയും കൂടോ 24 ദിവസം എടുക്കും. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ഇത്രയും ദിവസമാണ് ഇവരെടുക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു ടൈം ആൻഡ് വർക്കിന്റെ കേസിൽ 1 days വർക്ക് റിലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പി പ്ലസ് ക്യൂവിന്റെ 1 days വർക്ക് എത്രയാ വരുന്നത്? അപ്പം പി പ്ലസ് ക്യൂവിന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ത് വരും? ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ പോരെ, 1/12. അങ്ങനെയാണെങ്കിൽ ക്യൂ പ്ലസ് ആറിന്റെ എന്ത് വരും? ക്യൂ പ്ലസ് ആറിന്റെ 1/16 അല്ലേ വരുന്നത്. അടുത്ത ആർ പ്ലസ് പിയുടെ എന്ത് വരും? 24 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? 1/24 എന്ന് വരും. 1/24 എന്ന് വരും. ക്ലിയർ അല്ലേ? അത് 1 days വർക്ക് എടുക്കുന്നത്. ഓക്കെ, ഇത്രയും പേരുടെ 1 days വർക്ക് നമുക്ക് അറിയാം. ഇപ്പൊ പിയുടെ 1 days വർക്ക് അല്ല, പി പ്ലസ് ക്യൂവിന്റെ 1 days വർക്ക്, ക്യൂ പ്ലസ് ആറിന്റെ 1 day വർക്ക്, ആർ പ്ലസ് പിയുടെ 1 days വർക്ക്. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു പി ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു പി ഉണ്ട്, 2 പി ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്, 2 ക്യൂ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്, 2 ആർ ഉണ്ട്. അതായത് 2 × പി പ്ലസ് ക്യൂ പ്ലസ് ആർ അല്ലേ, അതിന്റെ 1 days വർക്ക് കിട്ടും. 1 days വർക്ക്. അപ്പൊ ആഡ് ചെയ്തത് 1/12 പ്ലസ് 1/16 പ്ലസ് 1/24. LCM എന്ത് വരും? LCM 14 എന്ന് വരും. 4 + 3 + 2 9/48 എന്ന് കിട്ടും. 9/48 എന്ന് കിട്ടും. അതായത് 2 times പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ 1 days വർക്ക്. പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ 1 days വർക്ക് ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ജസ്റ്റ് ഇൻവേഴ്സ് എടുത്താൽ മതി. 2 times പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ ആണ്. ഓക്കെ, അപ്പൊ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ത് വരും?
P plus Q plus R ന്റെ 1 days വർക്ക് എന്ത് വരും? ആ 2 താഴോട്ട് കൊണ്ടുവന്നു 9/96 എന്ന് കിട്ടും. അതായത് 3/32 എന്ന് കിട്ടും. P plus Q plus R ന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 3/32 എന്ന് കിട്ടും. ഒരു ദിവസത്തെ വർക്ക് അറിയാമെങ്കിൽ എത്ര ദിവസം എടുത്തു എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുന്നതിന് എത്ര കിട്ടും? 32/3 days എന്ന് കിട്ടും. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് ഏതാ വരുന്നത്? പറഞ്ഞേ. ഓപ്ഷൻ ബി 32/3 days എന്ന് കിട്ടും. ഓപ്ഷൻ ബി 32/3 days എന്ന് കിട്ടും. ഞാൻ ചെയ്ത ഒന്നുകൂടെ പറയാം. P plus Q ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 days എടുത്തു. Q plus R ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 16 days എടുത്തു. R plus P ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 24 days എടുത്തു. അപ്പൊ നമ്മൾ ഈ കേസിലെല്ലാം ഏത് ക്വസ്റ്റ്യൻ എന്ത് ടഫ് ആയിക്കോട്ടെ നമ്മൾ 1 days വർക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് ഫുൾ സോൾവ് ചെയ്തത്. അപ്പൊ P plus Q ന്റെ ഒരു ദിവസത്തെ വർക്ക് അതിന്റെ ഇൻവേഴ്സ് എടുത്ത് 1/12. Q plus R ന്റെ 1 days വർക്ക് 1/16. R plus P യുടെ 1 days വർക്ക് 1/24. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 times P plus Q plus R ന്റെ 1 days വർക്കാണ്. അപ്പൊ നമുക്ക് 9/48 എന്ന് കിട്ടി. അപ്പൊ P plus Q plus R ആണെങ്കിലോ ഇത് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പൊ 9/96 എന്ന് കിട്ടി. അപ്പൊ അത് 3 വെച്ച് കട്ട് ചെയ്യാം. 3/32 എന്ന് കിട്ടി. ഒരു ദിവസത്തെ വർക്ക് 3/32 ആണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഇൻവേഴ്സ് എടുക്കുക. 32/3 days എന്ന് കിട്ടും. ഓപ്ഷൻ ബി 32/3 days എന്ന് കിട്ടും. ഓക്കെ, ഇതിനകത്തെല്ലാം നമ്മൾ 1 days വർക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. P can do a work in 30 days. Q is 25% more efficient than P in completing the same work. In how many days will Q complete the work? 24 days, 23 days, 25 days, 27 days. So P ക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ദിവസമാണ് എടുക്കുന്നത്. Q എന്ന് പറയുന്നത് 25% കൂടുതൽ എഫിഷ്യന്റ് ആണ് P യെക്കാളും. അങ്ങനെയാണെങ്കിൽ Q ക്ക് എത്ര ദിവസം എടുക്കും? Q ന് എത്ര ദിവസം എടുക്കും? Q കൂടുതൽ എഫിഷ്യന്റ് ആണെങ്കിൽ എന്തായാലും എന്താണ് 30-നേക്കാൾ താഴെ ആയിരിക്കും വരുന്നത്. കാര്യം Qന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് നോക്കാം. സപ്പോസ് എഫിഷ്യൻസി ഓഫ് P നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, എഫിഷ്യൻസി ഓഫ് P 100 ആണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി ഓഫ് Q എന്തായിരിക്കും? എത്ര ശതമാനം കൂടുതലാണ് തന്നേക്കുന്നത്? 25% അല്ലേ കൂടുതൽ? 25% കൂടുതലെന്ന് പറഞ്ഞാൽ 100-ന്റെ 25% കൂടി 125 ആയി. അപ്പൊ എഫിഷ്യൻസി എന്ന് പറയുന്നത് 125 എന്ന് കിട്ടും. അപ്പൊ എഫിഷ്യൻസി ഓഫ് P ഈസ് ടു എഫിഷ്യൻസി ഓഫ് Q എന്ന് പറയുന്നത് കിട്ടും 100:125, അതായത് 4:5 എന്ന് കിട്ടും. 25 കട്ട് ചെയ്തു 4:5 എന്ന് കിട്ടും. ഓക്കെ, എഫിഷ്യൻസിയുടെ റേഷ്യോ അറിയാമെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താ നമ്മൾ പഠിച്ചതാ. പറഞ്ഞേ എന്ത് വരും? ഇതിന്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആയിരിക്കും. 5:4 എന്ന് കിട്ടും. 5:4. നമുക്ക് പിയുടെ കറക്റ്റ് ദിവസം എത്ര നമുക്ക് തന്നിട്ടുണ്ട്? എത്രയാണ്? 30 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ എത്ര വരും? 5:4 റേഷ്യോ ആണ്. അപ്പൊ 5 എന്ന് പറയുന്നത് 30 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു എത്രയാണ്? 6 ആണ്. അതായത് റേഷ്യോയുടെ കോൺസ്റ്റന്റ് 6 ആണ്. 4 × 6 24 days എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 24 days എന്ന് വരും. 24 days. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ എന്ന് വരും. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പിക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ദിവസമാണ് വേണ്ടത്. ക്യൂ 25% കൂടുതൽ എഫിഷ്യന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂവിന് എത്ര ദിവസം വേണം? അപ്പൊ എഫിഷ്യൻസി ഓഫ് പി 100 ആയിട്ട് എടുത്തു. ക്യൂവിന്റെ എഫിഷ്യൻസി എത്ര? ഒബ്വിയസ്ലി 25% കൂടുതലാണ്. അപ്പൊ 125 എന്ന് കിട്ടി. അപ്പൊ അതിന്റെ റേഷ്യോ 4:5 ആണ്. എഫിഷ്യൻസിയുടെ റേഷ്യോ അറിയാമെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താ? അതിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ 5:4 എന്ന് കിട്ടി. നമുക്ക് പി എത്ര ദിവസം എടുത്തെന്ന് അറിയാം? 30 ദിവസം എടുത്ത്. അപ്പൊ 5 30 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 6 ആണ്. 5 × 6 അല്ലേ 30 അല്ലേ? അപ്പൊ കോൺസ്റ്റന്റ് കിട്ടി 6 ആണ്. അപ്പൊ 4 × 6 24 എന്ന് കിട്ടും. 24 days എന്ന് കിട്ടും നമുക്ക്. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ 24 എന്ന് കിട്ടും. 24. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് 3 men can do a work in 2 days and 4 boys can do the same work in 6 days, then in how many days will the same work be completed by 8 men and 8 boys? 1 day, 3/5 of a day, 4/5 of a day, none of these. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 3 മെന്നിന് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 2 ദിവസം മതി. 4 ബോയ്സിന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 6 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 8 മെന്നും 8 ബോയ്സും ഉണ്ടെങ്കിൽ എത്ര സമയം വേണം? എത്ര സമയം വേണം? അപ്പൊ എന്തൊക്കെയാ നമുക്ക് തന്നേക്കുന്നത്? 3 മെന്നിന് 2 days മതി. ഇങ്ങനെ അടുത്ത് തന്നേക്കുന്ന ഇൻഫർമേഷന് 4 ബോയ്സിന് എത്ര ദിവസമാണ്? 6 days ആണ്. 6 days ആണ് എടുക്കുന്നത് 4 ബോയ്സിന്. അങ്ങനെയാണെങ്കിൽ 8 men + 8 ബോയ്സിന് എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ദിവസം എടുക്കുക? ചെയ്യാൻ നോക്കിയത്, ട്രൈ ചെയ്ത് നോക്കിയത്. എങ്ങനെ ചെയ്യുന്നത്? 3 മെന്നിന് 2 ദിവസം എടുത്തു. ഓക്കെ, നമുക്ക് ബേസിക് നമുക്ക് അറിയാവുന്ന എന്താ? ഒരു ദിവസത്തെ വർക്ക് വെച്ചിട്ടാണ് എല്ലാം റിലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ തുടങ്ങുക. 3 men ഒരു ദിവസത്തെ വർക്ക് എന്ത് വരും? 2 days കംപ്ലീറ്റ്. അപ്പൊ എത്ര വരും? 1 days വർക്ക്. അതിന്റെ ഇൻവേഴ്സ് 1/2. അപ്പൊ 3 മെന്നിന്റെ ഒരു ദിവസത്തെ വർക്ക് 1/2 ആണെങ്കിൽ ഒരു മാന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ത് വരും? ഒരു മാന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ത് വരും? 3 ആളുടെ 1/2 ആണെങ്കിൽ ഒരാളുടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ എന്ത് വരും? 1/6 എന്ന് കിട്ടും. അപ്പം മാന്റെ ഒരു ദിവസത്തെ വർക്ക് നമുക്ക് കിട്ടി. അതേപോലെ
4 ബോയ്സിന്റെ ഒരു ദിവസത്തെ വർക്ക് എത്ര വരും? 4 ബോയ്സ് 6 ദിവസം എടുത്തെന്നാ പറഞ്ഞേക്കുന്ന ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. 6 ദിവസം. ഒരു ദിവസത്തെ വർക്ക് എന്ത് വരും? അതിന്റെ ഇൻവേഴ്സ് 1/6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ബോയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ത് വരും? ഒരു ബോയുടെ ഒരു ദിവസത്തെ വർക്ക് 4 ബോയ്സിന്റെ 1/6 ആണ്. ഒരു ബോയുടെ ആണെങ്കിൽ ജസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/24 എന്ന് കിട്ടും. അപ്പൊ ഒരു മാന്റെ ഒരു ദിവസത്തെ വർക്കും ഒരു ബോയുടെ ഒരു ദിവസത്തെ വർക്കും നമുക്കറിയാം. നമുക്ക് വേണ്ട എന്താ? 8 മെന്നും 8 ബോയ്സും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത്? അപ്പൊ 8 മെന്നും 8 ബോയ്സിന്റെ ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിച്ച് നമ്മുടെ ആൻസർ കിട്ടി അല്ലേ? അപ്പൊ 8 മെന്നും 8 ബോയ്സും എന്ത് വരും എന്ന് നോക്കി. 8 മെൻ, ഒരു മെന്നിന് 1/6 ആണ്. അപ്പൊ 8 മെന്നിന് 8 into 1/6. അടുത്ത ഒരു ബോയ്ക്ക് 1/24 ആണ്. അപ്പം 8 ബോയ്ക്ക് എന്ത് വരും? 8 into 1/24 എന്ന് വരും. 8 into 1/24 എന്ന് വരും. അപ്പൊ എന്ത് വന്നു? സിംപ്ലിഫൈ ചെയ്തേ. 4/3 plus 1/3. അപ്പൊ എന്ത് കിട്ടും? 5/3 എന്ന് കിട്ടും. 5/3 അല്ലേ? അപ്പൊ 8 മെന്നും 8 ബോയുടെയും ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 5/3 എന്ന് കിട്ടി. ഒരു ദിവസത്തെ വർക്ക് കിട്ടി നമ്മുടെ ആൻസർ ആയില്ലേ? ആൻസർ എന്ത് വരും? 8 മെന്നും 8 ബോയ്സും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത്? അതിന് ഇൻവേഴ്സ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 3/5 എന്ന് കിട്ടും. അപ്പൊ ഒരു ദിവസത്തിന്റെ 3/5 മതി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി എന്ന് വരും. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ ഇത്? ഞാൻ ഒന്നുകൂടെ പറയാതെ 3 men 2 days എടുത്തു, 4 boys 6 days എടുത്തു. അങ്ങനെയാണെങ്കിൽ 8 മെന്നും 8 ബോയ്സും എത്ര ദിവസം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 3 men 2 days കൊണ്ട് ചെയ്യുന്നെങ്കിൽ 3 മെന്റെ ഒരു ദിവസത്തെ വർക്ക് എന്താ? ജസ്റ്റ് 1/2. അപ്പൊ ഒരു മെന്റെ എന്ത് വരും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1/6 എന്ന് കിട്ടും. അടുത്ത 4 ബോയ്സിന്റെ 6 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എത്രയാ? 1/6 ആണ്. അപ്പൊ ഒരു ബോയുടെ എത്രയാ? ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1/24 എന്ന് കിട്ടി. 8 മെന്നും 8 ബോയ്സും ആകുമ്പോഴും 8 into 1/6ഉം ഇവിടെ 1 ബോയുടെ എത്ര? 1/24. അപ്പൊ 8 into 1/24 സോൾവ് ചെയ്യുന്ന 5/3 എന്ന് കിട്ടി. 8 മെന്നും 8 ബോയ്സിന്റെ ഒരു ദിവസത്തെ വർക്ക് 5/3 ആണ്. അപ്പൊ എത്ര ഡേയ്സ് വേണമെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇൻവേഴ്സ് എടുക്കുക, 3/5 എന്ന് കിട്ടും. 3/5 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം 1 days വർക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, 1 days വർക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഫുൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞതെല്ലാം നമ്മൾ ജനറൽ രീതിയിൽ, ജനറൽ അപ്രോച്ച്, അത് 1 days വർക്ക് റിലേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതാണ്. നമുക്ക് എക്സാമിന് ഇതിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കണം. അത് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത്ര സ്റ്റെപ്പ് ഒന്നും എഴുതി ചെയ്യാതെ എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കുക. അതിന്റെ ഒരു മെത്തേഡ് നമുക്കിപ്പോൾ പഠിക്കാം. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ എങ്ങനെ പെട്ടെന്ന് വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത 2-3 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആ അപ്രോച്ച് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ആ തേർഡ് ക്വസ്റ്റ്യൻ എടുത്തേ. തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്നോട് നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ എന്നോട് നോക്കിയേ. A can do a work in 3 days. B can do the same work in 6 days. C can do the same work in 7 days. If they work together, in how many days will they take to complete the work? അപ്പൊ നമ്മൾ നോർമൽ രീതിയിൽ മുമ്പേ ചെയ്തത് എങ്ങനെയായിരുന്നു? ഇപ്പൊ എയുടെ ഒരു ദിവസത്തെ വർക്ക് എടുത്തു, ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എടുത്തു, സിയുടെ ഒരു ദിവസത്തെ വർക്ക് എടുത്തു, എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പം എല്ലാവരുടെയും ഒരു ദിവസത്തെ വർക്ക് കിട്ടി, അതിന് ഇൻവേഴ്സ് എടുത്തു. അങ്ങനെ നമ്മൾ ജനറൽ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തു. അതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ എക്സാംസിന് പോകുന്നത് വളരെ പെട്ടെന്ന് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്റ്റെപ്പ് ഒന്നുമില്ല, കുറച്ച് വളരെ ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ വരും അത്? എങ്ങനെ വരും നമുക്ക് നോക്കിയേ. എ എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് 3 പേരുണ്ട്. എ ബി സി. ഓക്കെ, എ ബി സി ഇവർ എത്ര ദിവസം എടുക്കുമെന്നാ പറഞ്ഞേക്കുന്നത്? എ എന്ന് പറയുന്നത് 3 ദിവസവും, ബി എന്ന് പറയുന്നത് 6 ദിവസവും, സി എന്ന് പറയുന്നത് 7 ദിവസം. അത് നമ്മൾ എഴുതി. നമുക്ക് ഓരോരുത്തർ എത്ര ദിവസം എടുക്കും എന്നുള്ളത് തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ ഇതിന്റെ LCM എടുത്തു. ഇതിന്റെ LCM എടുത്തു. എന്ത് വരും? 3, 6, 7. ഇതിന്റെ LCM എന്ന് പറയുന്നത് 42 എന്ന് വരും. 42. ഓക്കെ, 42 എന്ന് വരും. 6 into 7 42. ഓക്കെ, 42 എന്ന് കിട്ടും നമുക്ക് ഇതിന്റെ LCM. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കുക. ഇത്രയും യൂണിറ്റ്സ് ആണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത്രയാണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താ ചെയ്യുന്നത്? 42/3 42/6 7 42/7 6. ഇത്രയാണ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. ഇവിടെ എന്തായിരുന്നു? ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇതെങ്ങനെ വരച്ചതെന്നൂടെ പറയാം. എ ബി സി 3 പേരുണ്ട്. അവർക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് എഴുതി. 3, 6, 7 ഡേയ്സ് നമ്മൾ ആദ്യം എഴുതി. എന്നിട്ട് അതിന്റെ LCM എടുത്തു. എന്താ കിട്ടി നമുക്ക്? 42 എന്ന് കിട്ടി. അതാണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്താൽ മതി. ശരിക്കും ടോട്ടൽ വർക്ക് 42 എന്നുള്ളതല്ല, ടോട്ടൽ വർക്ക് 42 ആണെന്ന് അസ്യൂം ചെയ്യുക. ടോട്ടൽ വർക്ക് 42 ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ എയുടെ വർക്ക് എന്താ? 3 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. 42 ഡിവൈഡഡ് ബൈ 3 14 യൂണിറ്റ്സ് ആണ്. ഒരു ദിവസം 14 യൂണിറ്റ് വർക്ക് ചെയ്യും.
6 ദിവസം കൊണ്ടാണ് ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 42 ആണെങ്കിൽ എത്ര ഒരു ദിവസം എടുക്കുന്നത്? 7 യൂണിറ്റ് ആണ് ഒരു ദിവസം എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. 7 യൂണിറ്റ് ഒരു ദിവസത്തെ വർക്ക് നമുക്കറിയാം 7 ആണ്. അതുപോലെ സിയുടെ ഒരു ദിവസത്തെ എത്രയാണ്? 6 യൂണിറ്റ് ആണ്. എങ്ങനെ അത് കിട്ടിയത്? 42/7. നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻ കിട്ടി. ടോട്ടൽ വർക്ക് 42, ഓരോ ദിവസവും എ ബി സി ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്കും കിട്ടി 14/7/6 എന്ന്. ഓക്കെ, നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? എ ബി സിയും കൂടെ എത്ര ദിവസം എടുക്കുക? എ ബി സി എത്ര എടുക്കുന്നുണ്ട്? 14 ആണ് ഒരു ദിവസത്തെ വർക്ക്. ഇത് 7, ഇത് 6. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 14 + 7 + 6. അപ്പൊ എത്ര കിട്ടി? 27 യൂണിറ്റ് ആണ് എ ബി സി എടുക്കുന്നത്. 27 യൂണിറ്റ്, 27 യൂണിറ്റ്സ് ഒരു ദിവസം. നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാ? 42 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 42 / 27. അപ്പൊ എത്ര കിട്ടും? 3 കൊണ്ട് കട്ട് ചെയ്യാം. 14/9 ഡേയ്സ് കിട്ടും. 14/9 ഡേയ്സ് കിട്ടും. ജസ്റ്റ് ഡേയ്സ് എഴുതുക, LCM എടുക്കുന്ന ടോട്ടൽ വർക്ക് കിട്ടും. അതിന്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ്, എത്ര യൂണിറ്റ്സ് ആണ് ഒരു ദിവസത്തെ വർക്ക് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് നോക്കിയേ. നമ്മൾ ഇനിയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ രീതിയിലായിരിക്കും ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഡേയ്സ് ഇങ്ങനെ തരുന്നുണ്ട്. നമ്മൾ 1 ഡേയ്സ് വർക്ക് 1/1 എടുത്ത് പിന്നെ സോൾവ് ചെയ്യാൻ നിൽക്കാതെ ഡയറക്ട്ലി നമ്മൾ ഈ ഒരു അപ്രോച്ചിലായിരിക്കും സോൾവ് ചെയ്യാം. നമുക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ അപ്രോച്ചിലായിരിക്കും ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 4th ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എന്നാലും 4th ക്വസ്റ്റ്യൻ നോക്കാം. P and Q can do a work in 12 days. Q and R can do the same work in 16 days. R and P can do it in 24 days. അങ്ങനെയാണെങ്കിൽ P Q R ന് എത്ര സമയം വേണം? എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് P + Q തന്നിട്ടുണ്ട്, Q + R തന്നിട്ടുണ്ട്, R + P തന്നിട്ടുണ്ട്. എത്രയൊക്കെ വന്നേക്കുന്നത്? P യും Q നും കൂടെ 12 ദിവസം, Q നും R നും കൂടെ 16 ദിവസം, R നും P യും കൂടെ 24 ദിവസം. ഓക്കെ, നമുക്ക് ഡേയ്സ് തന്നിട്ടുണ്ട്. വീണ്ടും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കാണിക്കാം. ഡേയ്സ് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ LCM എടുക്കാം. 12, 16, 24. LCM എന്ത് വരും? 48 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് അസ്യൂം ചെയ്യാം. ടോട്ടൽ വർക്ക് 48 ആണ്. 12 ഡേയ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ദിവസം എത്രയാണ്? 48/12 4, 48/16 3, 48/24 2. അപ്പൊ ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്. അതായത് P യും Q കൂടെ ഒരു ദിവസം 4 യൂണിറ്റ് വർക്ക് ചെയ്യും. Q R ഉം കൂടെ 3 യൂണിറ്റ് വർക്ക് ചെയ്യും ഒരു ദിവസം. R P യും കൂടെ 2 യൂണിറ്റ് വർക്ക് ചെയ്യും ഒരു ദിവസം. ഒരു ദിവസത്തെ വർക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ വെച്ചേക്കുന്നത്? P യും Q R കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കുന്ന വെച്ചേക്കുന്നത്? അപ്പൊ നോക്കി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 2 times P + Q + R എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4 + 3 + 2. അപ്പൊ എന്ത് കിട്ടും? 9 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന 9 യൂണിറ്റ്സ് 2 times P + Q + R ആണ്. അപ്പൊ P + Q + R എന്ന് പറയുന്നത് എന്ത് കിട്ടും? 9/2 എന്ന് കിട്ടത്തില്ലേ? നേരെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ P + Q + R ന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 9/2 ആണ്. നമുക്കറിയാം ടോട്ടൽ വർക്ക് എത്രയാണ്? 48 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് എന്ത് വരും? നമ്പർ ഓഫ് ഡേയ്സ് 48 / 9/2 എന്ന് വരും. അപ്പൊ എന്ത് കിട്ടും? 32/3. 32/3 ഡേയ്സ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. നമ്മൾ നേരത്തെ രീതി ചെയ്ത് തന്നെ ആൻസർ 32/3. ഇവിടെ എന്താ ചെയ്യുന്നത്? ഡേയ്സ് എഴുതുക, LCM എടുക്കുക, ടോട്ടൽ വർക്ക് കിട്ടും. ഡിവൈഡ് ചെയ്യുക, ഒരു ദിവസത്തെ വർക്ക് കിട്ടും. ഒരു ദിവസത്തെ വർക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതാണോ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്താണ്. ഓക്കെ, 5ാമത്തെ എഫിഷ്യൻസിയുടെ ടൈപ്പ് വെച്ചിട്ടായിരുന്നു. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ നോക്കിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ മെത്തേഡ് ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി ഈ ഒരു അപ്രോച്ചിലായിരിക്കും ഫുള്ള് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി 1 ഡേയ്സ് വർക്ക് എടുത്ത് 1/1 എടുത്ത് വെച്ചിട്ട് ആഡ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലാകുന്നില്ല, ഡിഫിക്കൽട്ട് ആണ്. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വരച്ച് ചെയ്യാൻ പറ്റാത്ത കേസ് ആണെങ്കിൽ മാത്രം എന്താണ് ജനറൽ രീതിയിൽ എപ്പോഴും നമുക്ക് എന്താ കൺസെപ്റ്റ്? ഒരു ദിവസത്തെ വർക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പം ഒരു ദിവസത്തെ വർക്ക് ഓരോ തന്നേക്കുന്ന ഡേറ്റ എടുക്കുക, സോൾവ് ചെയ്യുക. എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് ഏത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 7ാമത്തെ ക്വസ്റ്റ്യൻ. സീത ആൻഡ് ഗീത ക്യാൻ ഡു എ വർക്ക് ഇൻ 20 days and 25 days respectively. Both begin together, but after few days, Sita leaves. Then Geeta finished the remaining work in 10 days. After how many days did Sita leave? Options in the gap: 6 days, 7 days, 20/3 days, none of these. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. സീത ആൻഡ് ഗീത ക്യാൻ ഡു എ വർക്ക് ഇൻ 20 days and 25 days റെസ്പെക്റ്റീവ്. അപ്പൊ സീത 20 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഗീത ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 25 ദിവസം എടുക്കും. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സീത അങ്ങ് പോയി.
ബാക്കി ഗീതയാണ് ഫിനിഷ് ചെയ്യുന്നത്. ആ വർക്ക് ഫിനിഷ് ചെയ്ത് 10 ദിവസം എടുത്തിട്ടാണ് തീർത്തത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് സീത പോയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യുന്നത്. സീത, ഗീത 2 പേരുണ്ട്. ഓക്കെ, സീത എത്ര ദിവസം എടുത്തു നമുക്ക് വന്നിട്ടുണ്ട്? 20 ദിവസം എടുത്തു. ഗീത 25 ദിവസം എടുത്തു. ഓക്കെ, ഗീത 25 ദിവസം എടുത്തു. ഡേയ്സ് നമ്മൾ എഴുതി. നമ്മൾ ഇതിന്റെ LCM എടുക്കാം. എന്ത് വരും LCM? 20, 25 LCM എന്ത് വരും? ഇത് നമുക്ക് 100 എന്ന് വരും. ഓക്കെ, ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. അപ്പൊ എപ്പോഴും ഇതിന്റെ LCM തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. LCM എടുത്ത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ടോട്ടൽ വർക്ക് അതിന്റെ LCM ആണെന്നല്ല ഇതിന്റെ അർത്ഥം. 100 ആണ് ടോട്ടൽ വർക്ക് എങ്കിൽ നമ്മൾ അതിന് ഈ ഒരു ദിവസത്തെ വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഇതിന് പറഞ്ഞാൽ ഇവിടെ 200 എഴുതി, ഡബിൾ എടുത്തു. 200 എടുത്താൽ ഒരു ദിവസത്തെ വർക്ക് മാറും, പക്ഷെ നമുക്ക് ഫൈനലിൽ കിട്ടുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും. 100 ആണെങ്കിൽ എത്രയാണ് ഒരു ദിവസത്തെ വർക്ക് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, LCM എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള വാല്യൂ 20 × 25 500 എടുത്തിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അത് ഇവിടെ നമ്മൾ എപ്പോഴും LCM എടുത്തു എന്ന് വിചാരിച്ചാൽ മതി. 20, 25 LCM എടുത്തു. അപ്പൊ എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. ഓക്കെ, 100/20 5 യൂണിറ്റ്സ്, 100/25 4 യൂണിറ്റ്സ്. അപ്പൊ ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്. അപ്പൊ സീത ഒരു ദിവസം 5 യൂണിറ്റ് വർക്ക് ചെയ്യും, ഗീത ഒരു ദിവസം 4 യൂണിറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, സപ്പോസ് ഇവിടെ 200 ആയിരുന്നു ടോട്ടൽ വർക്ക് എങ്കിൽ ഇപ്പൊ എന്ത് വന്നേനെ? 200/20 10 വരും. ഇവിടെ എന്ത് വരും? 8 വരും. 10 യൂണിറ്റ് ആയിരുന്നേനും ചെയ്യുന്നത്. 200 ആണ് ടോട്ടൽ വർക്ക് എങ്കിൽ 10 യൂണിറ്റും 8 യൂണിറ്റും ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ LCM എടുക്കുന്നു, അത് വെച്ചിട്ട് ചെയ്യുന്നു. വേറെ നേരെ മൾട്ടിപ്ലൈ ചെയ്താലും തെറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ എന്ത് വന്നു? 5 യൂണിറ്റും 4 യൂണിറ്റും വന്നു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സീതയും ഗീതയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആര് പോയി? സീത പോയി. അത് കഴിഞ്ഞിട്ട് ബാക്കി വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഗീതയ്ക്ക് 10 ദിവസം എടുത്തു. ഗീത ഒരു ദിവസം എത്ര ചെയ്യുന്നത്? 4 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. സീത എത്രയാണ്? 5 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സീത പോയി കഴിഞ്ഞ് 10 ദിവസം വർക്ക് ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത്. 10 ദിവസം. ഒരു ദിവസം എത്രയാണ്? 4 യൂണിറ്റ് ആണ്. 10 ദിവസം ആകുമ്പോഴോ 10 × 4 40 യൂണിറ്റ്സ് തീർത്തു. 10 ദിവസം കൊണ്ട് ഗീത 40 യൂണിറ്റ് വർക്ക് ചെയ്തു. ബാലൻസ് എത്രയാണുള്ളത്? ബാലൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് 100 ൽ നിന്ന് 40 കുറയ്ക്കുക. അതായത് 60 യൂണിറ്റ് വർക്ക് കൂടെ ഉള്ളൂ ഇനി ചെയ്യാൻ. 60 യൂണിറ്റ് വർക്ക് കൂടെ ഉള്ളൂ ഇനി ചെയ്യാൻ. ഓക്കെ, ഈ 60 യൂണിറ്റ് വർക്ക് ചെയ്തേക്കുന്ന ആരാണ്? സീതയും ഗീതയും കൂടെ ആണ് അല്ലെ? രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലെ? അപ്പൊ സീതയും ഗീതയും കൂടെ എത്രയാണ് ചെയ്യുന്നത് ഒരു ദിവസം? 5 + 4 9 യൂണിറ്റ്സ് ആണ് ചെയ്യുന്നത്. 9 യൂണിറ്റ്സ് ആണ് ചെയ്യുന്നത് ഒരു ദിവസം. അപ്പൊ 60 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 60/9. അപ്പൊ എത്ര കിട്ടി? 20/3 ഡേയ്സ്. 20/3 ഡേയ്സ്. ഓപ്ഷൻ സി 20/3 ഡേയ്സ് കിട്ടും. അപ്പൊ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ രണ്ടുപേരും ഉണ്ടായിരുന്നത് 20/3 ഡേയ്സിലേക്കാണ്. ഓക്കെ, ഞാൻ ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സീതയും ഗീത 2 പേരുണ്ട്. സീതയ്ക്ക് 20 ദിവസം എടുക്കും, ഗീതയ്ക്ക് 25 ദിവസം എടുക്കും. അപ്പൊ നമ്മൾ LCM എടുക്കുക, 100 കിട്ടി. അതാണ് ടോട്ടൽ വർക്ക്. 100 ആണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 100/20 5, 100/25 4. അപ്പൊ സീത 5 യൂണിറ്റ് വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്, ഗീത ഒരു ദിവസം 4 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ഗീത ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ദിവസം എടുത്തെന്ന് പറഞ്ഞു. 10 ദിവസം ഗീത ചെയ്ത വർക്ക് എത്ര? ഒരു ദിവസം 4 ആണ്. അപ്പൊ 40 യൂണിറ്റ് വർക്കാണ് ആര് ചെയ്യുന്നത്? ഗീത ചെയ്തേക്കുന്നത്. അപ്പൊ ബാലൻസ് എത്രയാ ഉള്ളത്? ബാലൻസ് 100 ൽ നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ 60 യൂണിറ്റ് വർക്കാ ഉള്ളത്. ആ വർക്ക് ചെയ്തേക്കുന്ന ആരാ? സീതയും ഗീതയും കൂടെ ഒരുമിച്ചാണ്. അപ്പൊ സീതയും ഗീതയോട് ഒരുമിച്ച് 9 യൂണിറ്റ് വർക്ക് ചെയ്യും ഒരു ദിവസം. 60 യൂണിറ്റ് ചെയ്യാൻ വേണ്ടി 20/3 ഡേയ്സ് വേണം. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 20/3 എന്ന് കിട്ടും. അതായത് സീത പോകുന്നത് 20/3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അവരുടെ അത്രയും ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ ഓപ്ഷൻ സി 20/3 ഡേയ്സ് എന്ന് കിട്ടും. 20/3 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നമ്മൾ ഈ ഒരു അപ്രോച്ചിലായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഓർക്കുക. പിന്നെ വരുന്ന M1 D1 T1/W1 = M2 D2 T2/W2. നമ്മൾ ഏറ്റവും ജനറൽ രീതിയിൽ ചെയ്യുന്നത് ഒരു ദിവസത്തെ വർക്ക്. ഇപ്പൊ n ഡേയ്സ് ആണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/n ആണ്. 1/3 ആണ് ഒരു ദിവസത്തെ വർക്ക് എങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? അതിന്റെ ഇൻവേഴ്സ് എടുക്കുക, 3 ഡേയ്സ് എന്ന് കിട്ടും. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അങ്ങനെ എഴുതി ചെയ്യുന്നതിന് പകരം വരച്ച് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് നമ്മൾ എക്സാമിന് പോകുന്നതാണ് ചെയ്യേണ്ടത്. കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ എത്തണം. ഇതിന് ഇത്രയും സ്റ്റെപ്പ് ഒന്നും ഇനി ചെയ്യേണ്ട. ഇനി പെട്ടെന്ന് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും. ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊന്നും എഴുതണ്ട, ചെറുതായിട്ട് നോട്ട് ചെയ്യുക, ആൻസർ എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. When P alone does a work, he takes 25 days more than the time taken by P and Q working together to complete the work.
but Q alone takes 9 days more than the time taken by P and Q working together to complete the work. In what time P and Q together finished the work? 15 days, 16 days, 17 days, 14 days. എന്താ ക്വസ്റ്റിനെ പറഞ്ഞേക്കുന്നത്? പി ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ പിയും ക്യൂവും വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയത്തേക്കാൾ 25 ദിവസം കൂടെ കൂടുതൽ എടുക്കും. ക്യൂ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ പിയും ക്യൂവും വർക്ക് ചെയ്യുന്നതിനെക്കാളും ഒരു 9 ദിവസം കൂടെ കൂടുതൽ എടുക്കും. 9 ദിവസം കൂടെ കൂടുതൽ എടുക്കും. അങ്ങനെയാണെങ്കിൽ പിക്കും ക്യൂക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എത്ര സമയം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? എത്ര ദിവസം എടുത്തിട്ടാണ് പിയും ക്യൂവും കൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? അങ്ങനെ സോൾവ് ചെയ്യുന്നത്? അങ്ങനെ സോൾവ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെ. സപ്പോസ് പിയും ക്യൂവും കൂടെ n ഡേയ്സ് എടുക്കുമെന്ന് വിചാരിക്കുക. n ഡേയ്സ് എടുത്തിട്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പി എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? പി അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെക്കാട്ടും ഒരു 25 ദിവസം കൂടെ കൂടുതലാണ്. ക്യൂओ പിയും ക്യൂ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു 9 ദിവസം കൂടെ കൂടുതലാണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. n+25 n+9 നമുക്ക് കിട്ടി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്താ? പിയുടെ ഒരു ദിവസത്തെ വർക്ക് അതിന്റെ ഇൻവേഴ്സ് അല്ലേ 1/n+25. ക്യൂവിന്റെ ഒരു ദിവസത്തെ വർക്കോ 1/n+9. നമുക്ക് വേണ്ട എന്താ? പി പ്ലസ് ക്യൂ എത്ര സമയം എടുക്കുമെന്നാണ്. അപ്പൊ പി പ്ലസ് ക്യൂവിന്റെ ഒരു ദിവസത്തെ വർക്ക് നോക്കുക. പി പ്ലസ് ക്യൂവിന്റെ ഒരു ദിവസത്തെ വർക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ. സിംപ്ലിഫൈ ചെയ്തേ. n+9 പ്ലസ് n+25 ഡിനോമിനേറ്ററിൽ n+25 ഇൻറ്റു n+9 എന്ന് വരും. ഓക്കെ. സിംപ്ലിഫൈ ചെയ്യുന്ന ഇവിടോട്ട് എഴുതാം. 2n പ്ലസ് 34 എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ n² പ്ലസ് 25n പ്ലസ് 9n വരും. n² പ്ലസ് 34n പ്ലസ് 25 ഇൻറ്റു 9 അവിടെ നിൽക്കട്ടെ 25 ഇൻറ്റു 9 ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പി പ്ലസ് ക്യൂവിന്റെ ഒരു ദിവസത്തെ വർക്ക്. ഓക്കെ. ശരിക്കും പി പ്ലസ് ക്യൂ എത്ര ദിവസം എടുത്തിട്ടാണ് ചെയ്ത് നമ്മൾ എഴുതിയിരിക്കുന്നത്? n ഡേയ്സ് ആണ്. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എന്താ? ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/n അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ ഇതിനെ? ഇത് ഈക്വൽ ടു 1/n ആണ്. അപ്പൊ ഇക്വേറ്റ് ചെയ്യാൻ n അങ്ങോട്ട് കൊണ്ടുപോയി 2n² പ്ലസ് 34n എന്ന് പറയുന്നത് n² പ്ലസ് 34n പ്ലസ് 25 ഇൻറ്റു 9. ഓക്കെ. അപ്പൊ ഇതും പോയി n² അങ്ങോട്ട് പോകും. അവസാനം എന്ത് വരും? n² ഈക്വൽ ടു 25 ഇൻറ്റു 9 വരും. 25 മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താന്ന് ഞാൻ പറയാം. ഓക്കെ. 25 അപ്പൊ n എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ റൂട്ട് ആണ്. അപ്പൊ 25 റൂട്ട് എത്ര? 5. 9 റൂട്ട് എത്ര? 3. അപ്പൊ 5 ഇൻറ്റു 3 15 ഡേയ്സ് എന്ന് കിട്ടും. ഇവിടെ ആൻസർ 15 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ. നമ്മൾ ജനറലി ഒന്നുകൂടെ പറയാം. പിക്കും ക്യൂക്കും n ഡേയ്സ് കൊണ്ട് ചെയ്യുന്നത് വിചാരിക്കും. n ഡേയ്സ്. അങ്ങനെ പി മാത്രം n+25 അതിനേക്കാൾ 25 ദിവസം കൂടെ കൂടുതൽ. ക്യൂ മാത്രമാണെങ്കിലും n+9 ഡേയ്സ് കൂടെ കൂടുതൽ തന്നേക്കുന്നത്. അപ്പൊ പിയുടെ ഒരു ദിവസത്തെ വർക്ക് എടുത്തു, ക്യൂയുടെ ഒരു ദിവസത്തെ വർക്കും എടുത്തു. പി പ്ലസ് ക്യൂവിന്റെ ഒരു ദിവസത്തെ വർക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് n+9 പ്ലസ് n+25 ഡിവൈഡ് ബൈ n+25 ഇൻറ്റു n+9 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്നതാണ് 2n പ്ലസ് 34 ബൈ n² പ്ലസ് 34n പ്ലസ് 25 ഇൻറ്റു 9 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തില്ല. എന്താന്ന് പറയാം? ഈക്വൽ ടു എന്ത് വരും? നമുക്കറിയാം പി പ്ലസ് ക്യൂ n ഡേയ്സ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എത്ര? 1/n ആണ്. എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി 2n² പ്ലസ് 34n ആയി ഈക്വൽ ടു n² പ്ലസ് 34n പ്ലസ് 25 ഇൻറ്റു 9. അപ്പൊ എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ n² ഈക്വൽ 25 9 എന്ന് കിട്ടി. 5 ഇൻറ്റു 3 എന്ന് കിട്ടി. 15 ഡേയ്സ് എന്ന് കിട്ടും. 15 ഡേയ്സ്. ഇതല്ലാതെ നമുക്ക് എളുപ്പം ഈ കേസിലെ ക്വസ്റ്റൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് പി പ്ലസ് ക്യൂ എത്ര വർക്ക് ദിവസം കൊണ്ട് ചെയ്യുന്നത്? പി ആ പി പ്ലസ് ക്യൂവിനേക്കാളും കുറച്ച് ദിവസം കൂടെ എടുത്തു. ക്യൂ ആ പി പ്ലസ് ക്യൂവിനേക്കാളും കുറച്ച് ദിവസം കൂടെ. ആ ഡേയ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പി പ്ലസ് ക്യൂവിന്റെ ഡേയ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പി പ്ലസ് ക്യൂവിന്റെ ഷോർട്ട് കട്ട് ആണ് നോട്ട് ചെയ്ത് വെച്ചാൽ എക്സ്ട്രാ പി ഇൻറ്റു എക്സ്ട്രാ ക്യൂ. നോട്ട് ചെയ്ത് വെച്ചാൽ പി പ്ലസ് ക്യൂവിന്റെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ റൂട്ട് ഓഫ് എക്സ്ട്രാ പി ഇൻറ്റു എക്സ്ട്രാ ക്യൂ. റൂട്ട് ഓഫ് എക്സ്ട്രാ പി ഇൻറ്റു എക്സ്ട്രാ ക്യൂ. ഇവിടെ നോക്കി ലാസ്റ്റിൽ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത്? റൂട്ട് ഓഫ് 25 എന്തായിരുന്നു? പി പ്ലസ് ക്യൂവിനേക്കാളും എത്ര കൂടുതൽ എടുത്തു പി എന്നുള്ളതായിരുന്നു. അതേപോലെ 9 എന്തായിരുന്നു? പി പ്ലസ് ക്യൂവിനേക്കാളും എത്ര കൂടുതൽ ക്യൂ ചെയ്യുന്നുണ്ട് എടുത്തു. അപ്പൊ എക്സ്ട്രാ എത്ര എടുത്തുള്ളതായിരുന്നു. അപ്പൊ 25 9ന്റെ റൂട്ട് എടുത്താൽ മതിയായിരുന്നു. അത് തന്നെ എക്സ്ട്രാ പി ഇൻറ്റു എക്സ്ട്രാ ക്യൂ. ഇപ്പൊ നേരെ ക്വസ്റ്റ്യൻ നോക്കുക. അതായത് പി പ്ലസ് ക്യൂ എത്രയാണ് കണ്ടുപിടിക്കണം. പി പ്ലസ് ക്യൂവിനേക്കാളും 25 ഡേയ്സ് കൂടുതൽ പി എടുത്തു. അപ്പൊ എക്സ്ട്രാ 25 ഡേയ്സ് ആണ്. ക്യൂ എക്സ്ട്രാ 9 ഡേയ്സ് എടുത്തു. അപ്പൊ നേരെ എടുക്കുക റൂട്ട് ഓഫ് 25 ഇൻറ്റു 9. ഇപ്പൊ എന്ത് വരും? 15 എന്ന് കിട്ടും. നേരെ ഇടുക. ഇതൊന്നും നമുക്ക് വേണ്ട. ഇത് ഓർത്ത് വെച്ചേക്കുക. പി പ്ലസ് ക്യൂ റിലേറ്റ് ചെയ്തിട്ട് പി അലോണും ക്യൂ അലോണും തന്നിട്ടുണ്ടെങ്കിൽ നേരെ പി പ്ലസ് ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് എക്സ്ട്രാ പി ഇൻറ്റു എക്സ്ട്രാ ക്യൂ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 15 ഡേയ്സ് എന്ന് കിട്ടും. 15 ഡേയ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ. എ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 days and B can complete in 8 days. A works for 8 hours every day while B works for 10 hours every day. If A and B together start working 8 hours per day, in how many days will they complete the work? 5 days, 45 by 11 days, 59 by 11 days, 60 by 11 days. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ദിവസവും ബിക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 ദിവസവും വേണം. എ ആണെങ്കിൽ 8 മണിക്കൂർ വെച്ച് ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, ബി ആണെങ്കിലോ 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവേഴ്സ് വരുന്നുണ്ട്, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ അത് കൺസിഡർ ചെയ്യണം. എ ആൻഡ് ബി ഒരുമിച്ച് 8 മണിക്കൂർ ഒരു ദിവസം വെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുത്തിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? എത്ര ദിവസം എടുത്തിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ ഡേയ്സും ഉണ്ട്, അവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം എയുടെ നോക്കിയേ, എ എത്ര ദിവസം തന്നേക്കുന്നത്? എ 12 days തന്നേക്കുന്നത്. 12 days വർക്കിംഗ് 8 hours ആണ്, വർക്കിംഗ് 8 hours. ബി എന്ന് പറയുന്നതോ, ബി ആണെങ്കിൽ 8 days ആണ്, വർക്കിംഗ് 10 hours. അപ്പൊ നമ്മളെല്ലാം ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി ആക്കുക. ഡേയ്സ് അല്ല അവേഴ്സ് ഉണ്ട്. അപ്പൊ അവേഴ്സിലാക്കുകയല്ല. 12 ദിവസം ഉണ്ട്, ഒരു ദിവസം 8 മണിക്കൂർ. അപ്പൊ 12 × 8 96 മണിക്കൂറാണ് ആ വർക്ക് ചെയ്യാൻ എടുത്തേക്കുന്നത്. 96 മണിക്കൂർ. ബി ആണെങ്കിലോ 8 ദിവസം എടുത്തു, ഒരു ദിവസം 10 മണിക്കൂർ. അപ്പം ഒരു ദിവസം 10 മണിക്കൂർ, 8 ദിവസം ആകുമ്പോൾ 80 മണിക്കൂർ. നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് അല്ല, നമ്പർ ഓഫ് അവേഴ്സ് നമുക്ക് കിട്ടി ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ എയും ബിയും ഉണ്ട്. നമുക്ക് എക്ക് 96 അവേഴ്സും ബിക്ക് 80 അവേഴ്സും. ശ്രദ്ധിക്കേണ്ട ഇവിടെ അവേഴ്സ് ആണ്, ഡേയ്സ് അല്ല. ഓക്കെ, ഏറ്റവും മിനിമം യൂണിറ്റ് വേണം ചെയ്യാൻ. ഓക്കെ, എൽസിഎം എടുക്കാം. 96ന്റെ 80യുടെ ഇപ്പൊ എന്ത് വരും? അത് 480 എന്ന് വരും എൽസിഎം. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് അസ്യൂം ചെയ്യാം. 480 by 96 5ഉം 480 by 6 എന്ന് കിട്ടും. അതായത് ഇത്രയും യൂണിറ്റ്സ് ആണ്. ഒരു ഡേയിലാണോ ചെയ്യുന്നത്? അല്ല, ഇവിടുത്തെ യൂണിറ്റ് എന്താ? അവറിലാണ്. അപ്പൊ ഒരു മണിക്കൂറിൽ ഇവർ ചെയ്യുന്നത് ഇത്രയാണ്. ഒരു മണിക്കൂറിൽ അവർ ചെയ്യുന്നത് ഇത്രയാണ്. അതായത് അവേഴ്സിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് അത്ര യൂണിറ്റ്സ് ഒരു മണിക്കൂറിലാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, എന്താ ചോദിച്ചേക്കുന്നത്? എയും ബിയും ടുഗദർ വർക്ക് ചെയ്യുവാണെങ്കിൽ 8 മണിക്കൂർ വെച്ചിട്ട് എത്ര ദിവസം എടുക്കും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? ടോട്ടൽ വർക്ക് എത്രയാ? 480. എയും ബിയും കൂടെ എത്രയാ ചെയ്യുന്നത്? 11 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ. അപ്പൊ എങ്ങനെ എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്? 8 മണിക്കൂർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻറ്റു 8 എന്ന് എടുക്കുക. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 8 എന്നും കൊടുക്കുക. നമ്പർ ഓഫ് ഡേയ്സ് എന്ത് വരും? 60 divided by 11. 60 divided by 11. ഓക്കെ, ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാര്യം ഡേയ്സ് ആക്കാൻ വേണ്ടി ഒരു ദിവസം 8 മണിക്കൂറാണ്. അപ്പൊ അതുകൊണ്ടാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് ഇത്ര യൂണിറ്റ്സ് പെർ അവർ എന്നുള്ളതാണ്, പെർ ഡേ അല്ല പെർ അവർ എന്നുള്ളതാണ്. ഓക്കെ, അത് എപ്പോഴും നോക്കുക. ഇവിടെ ഏതാണ് എഴുതുന്നത്? ഇവിടെ ഡേയ്സ് എഴുതുന്നെങ്കിൽ ഇവിടെ ഇത്ര യൂണിറ്റ്സ് പെർ ഡേ വരും. ഇവിടെ അവർ എഴുതുന്നെങ്കിൽ ഇത്ര യൂണിറ്റ്സ് പെർ അവർ എന്ന് കിട്ടും. അതിൽ കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ലാസ്റ്റിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യും. ഇതൊന്നുകൂടെ പറയാം. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ദിവസം എടുത്തു, ബി 8 ദിവസം. എ ആണെങ്കിലോ 8 മണിക്കൂറും ബി 10 മണിക്കൂറുമാണ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി ആയ യൂണിറ്റിലായ അവേഴ്സ് നമ്മളെല്ലാം എഴുതി 96ഉം 80. നമ്മൾ 96 80 അവേഴ്സ് മെൻഷൻ ചെയ്തു. എൽസിഎം എടുത്ത് ടോട്ടൽ വർക്ക്. ഇവിടെ എൽസിഎം തന്നെ വേണമെന്നില്ല. 96 × 80 തന്നെ എഴുതിയിട്ട് അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞായിരുന്നു എൽസിഎം എടുത്താൽ കുറച്ച് ചെറിയ വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ എൽസിഎം എടുത്ത് 480 കിട്ടി ടോട്ടൽ വർക്ക്. 480 by 96 5, 480 by 80 6 എന്ന് കിട്ടി. 11 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം എത്രയാ? 11 × 8 88 യൂണിറ്റ് ആണ്. അപ്പം 480 by 88 60 by 11 ഡേയ്സ് എന്ന് കിട്ടും. 60 by 11 ഡേയ്സ്. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രാജ് ക്യാൻ ബിൽഡ് എ ഹോം അലോൺ in 16 days, but Suraj alone can build it in 12 days. Raj and Suraj work on alternate days. If Raj works on first day, the home will be built in how many days? 13 days, 14 days, 13 3/4 days, none of these. പക്ഷേ എന്താ പറഞ്ഞേക്കുന്നത്? രാജിന് ഒരു വീട് പണിയാൻ 16 ദിവസമാണ് വേണ്ടത്. സൂരജിനോ 12 ദിവസം മതി. രാജ് സൂരജ് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. ഇന്ന് രാജ് വർക്ക് ചെയ്താൽ നാളെ സൂരജാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം രാജാണ് വർക്ക് ചെയ്തേക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം രാജ് വർക്ക് ചെയ്തു, അടുത്ത ദിവസം സൂരജ്, അടുത്ത ദിവസം രാജ്, അടുത്ത ദിവസം സൂരജ്, അങ്ങനെയാണ് വർക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഹോം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. 13 14 13 3/4 നൺ ഓഫ് ദിസ്. സോൾവ് ചെയ്യാൻ നോക്കിയത് എല്ലാ ക്വസ്റ്റിനും തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് ചെയ്യുന്ന സൊല്യൂഷൻ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, തന്നെ സോൾവ് ചെയ്യാൻ നോക്കിയത് എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ രാജിന് എന്തു ആയിക്കോട്ടെ, വീട് പണി എന്നൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 16 വേണം. 16 ഡേയ്സ് വേണം. സൂരജിന് 12 ഡേയ്സ് മതി. എൽസിഎം എടുക്കുക. എൽസിഎം എന്ത് വരും? 48 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കാം.
ഇനി നമ്മൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ടോട്ടൽ വർക്ക് യൂണിറ്റ്സ് പെർ ഡേ എന്ന് ജസ്റ്റ് വരച്ചാൽ മാത്രം മതി. 48/16 3, 48/12 4. ഇത്ര യൂണിറ്റ്സ് ആണ് ഒരു ദിവസത്തെ വർക്ക്. ഇത്ര യൂണിറ്റ്സ് ആണ് ചെയ്യുന്നത് ഒരു ദിവസം. ഇനി ഇതൊന്നും എഴുതാണ്ട് ജസ്റ്റ് വരയ്ക്കുക മാത്രം ചെയ്താൽ മതി. സ്റ്റെപ്പൊക്കെ മാക്സിമം കുറയ്ക്കുക. ഓക്കെ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ ദിവസം രാജു പണിതു. രാജു ഒരു ദിവസം എത്ര ചെയ്യുന്നത്? 3 യൂണിറ്റ്. ആദ്യത്തെ ദിവസം 3 യൂണിറ്റ് ചെയ്തു. അടുത്ത ദിവസം ആരാ വരുന്നത്? സൂരജ് വന്നു. സൂരജ് എത്ര ചെയ്തു? 4 യൂണിറ്റ് ചെയ്തു അല്ലേ? ഫസ്റ്റ് ദിവസം രാജ്, അടുത്ത ദിവസം സൂരജ്. അപ്പം 2 ദിവസം കഴിയുമ്പോൾ 2 days സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ രാജു ദിവസം വന്നു, സൂരജ് ദിവസം വന്നു. 3, 4, 7 യൂണിറ്റ് അല്ലേ കംപ്ലീറ്റ് ആകുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോ? നമുക്ക് എത്ര കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ വർക്ക് എത്രയാ? 48 ആണ്. അപ്പൊ അതുവരെ നമ്മൾ എത്തണം. 2 ദിവസം 7 യൂണിറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ 4 ദിവസം ആകുമ്പോ എന്താവും? 14 യൂണിറ്റ് ആവും അല്ലെ? 6 ദിവസം ആകുമ്പോഴോ 21 യൂണിറ്റ്. അങ്ങനെ പോയിട്ട് നമുക്ക് 12 ദിവസം കഴിയുമ്പോൾ എത്ര യൂണിറ്റ് ആവും? 2 ദിവസം കഴിയുമ്പോൾ 7 ആണെങ്കിൽ 12 ദിവസം ഇൻറ്റു 6 ചെയ്യുന്നതാണ്. ഇത് ഇൻറ്റു 6 ചെയ്താൽ മതി. എത്ര കിട്ടും? 42 യൂണിറ്റ്സ് എന്ന് കിട്ടും. 12 ദിവസം കഴിയുമ്പോൾ 42 യൂണിറ്റ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് എത്രയിലെത്തണം? 48 എന്തുകൊണ്ട് ഞാൻ 14 ഡേയ്സിന് എടുത്തില്ല? 14 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ 7 × 7 49 എന്ന് വരും. ടോട്ടൽ വർക്ക് കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് 12 ഡേയ്സ് നിർത്തിയേക്കുന്നത്. 12 ഡേയ്സ് അതായത് ഇൻറ്റു 6 ചെയ്തു. ഇൻറ്റു 6 12 ഡേയ്സിൽ 42 യൂണിറ്റ്സ് ആണ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അപ്പൊ 13ാമത്തെ ദിവസം ആരാ വരുന്നത്? 13ാമത്തെ ദിവസം ഓഡ് നമ്പർ ആണ്. രാജാണ് വരുന്നത്. രാജ് വന്നിട്ട് എത്ര കംപ്ലീറ്റ് ചെയ്യും? രാജിന്റെ ഒരു ദിവസത്തെ വർക്ക് 3 ആണ്. അപ്പൊ 42 + 3 45 ആയി. ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. 48 എത്തണം. അടുത്ത 14ാമത്തെ ദിവസം ആരാ വരുന്നത്? സൂരജാ വരുന്നത്. സൂരജ് ഫുൾ ഡേ നിന്ന് കഴിഞ്ഞാൽ 4 യൂണിറ്റ് കംപ്ലീറ്റ് ആകും. അപ്പൊ 45 + 4 49 ആവും. അപ്പൊ അതുവരെ നമുക്ക് വേണ്ട, നമുക്ക് 3 യൂണിറ്റ് മതി. അപ്പൊ ഒരു ദിവസം 4 യൂണിറ്റാ ചെയ്യുന്നത്. അപ്പൊ 3/4 ഡേയ്സ് എന്നാ പോലെ നമ്മുടെ ആൻസർ എന്താ? 13 3/4 ഡേയ്സ് എന്ന് കിട്ടും. 13 3/4 ഡേയ്സ്. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഒന്നുകൂടെ പറയാം. രാജിന് ഈ വീട് വെക്കാൻ 16 ദിവസം വേണമായിരുന്നു. സൂരജിന് 12 ദിവസം. ഇവർ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വർക്ക് ചെയ്തത്. രാജാണ് ആദ്യ ദിവസം വർക്ക് ചെയ്തതെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ഈ വീട് പണിതതാണ് ചോദ്യം. രാജ് 16 ദിവസം, സൂരജ് 12 ദിവസം. LCM എടുത്തു 48. 48/16 3, 48/12 4. ഒരു ദിവസം എത്രയാന്നുള്ളത് കിട്ടി. രാജ ആദ്യത്തെ ദിവസം 3, അടുത്ത ദിവസം സൂരജ് 4. അപ്പൊ 7 യൂണിറ്റ് 2 ദിവസം കൊണ്ട് ചെയ്തു. അങ്ങനെയാണ് 12 ദിവസം കൊണ്ടോ 42 യൂണിറ്റ് ചെയ്തു. 14 ദിവസം ആരാ വരുന്നത്? രാജ വരുന്നത്. അപ്പൊ ഒരു 3 യൂണിറ്റോടെ ചെയ്തിട്ട് 45 യൂണിറ്റ് ആയി. അടുത്ത ദിവസം സൂരജ് വന്നിട്ട് 4 യൂണിറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം 48 മതി. 49 എത്തുമല്ലേ? 3/4 ഡേ മതി. അപ്പൊ 13 3/4 ഡേയ്സിലാണ് നമുക്ക് എന്ത് ഈ വർക്ക് അതല്ലെങ്കിൽ ഈ വീട് പണിത് തീരുന്നത്. 13 3/4.